2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. ഇന്ന് രാത്രി 8 മണിക്ക് ന്യൂയോർക്കിൽ മത്സരം നടക്കും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ ഇന്നാണ് ആരാധകർ കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. രാത്രി 8 മണിക്ക് നസാവു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം എന്ന് തന്നെ ഇന്ത്യ പാക് പോരിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓരോ പന്തിലും വീറും ആവേശവും ഒക്കെ തന്നെ നിറയുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഏറ്റുമുട്ടിയപ്പോൾ അങ്ങനെ മത്സരങ്ങളാണ് ആരാധകർക്ക് കിട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ രാഷ്ട്രീയ കാരണങ്ങളാലൊക്കെ തന്നെ ഈ മത്സരം വലിയ പ്രസക്തിക്ക് എപ്പോഴും അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമാവുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്നും അതിന് ഒട്ടും ആവേശത്തിന് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ത്യ ആദ്യ മത്സരത്തിൽ ജയിച്ചാണ് തുടങ്ങിയത്. ആദ്യ മത്സരത്തിൽ അയർലാൻഡിനെതിരെ വലിയ വിജയം തന്നെ നേടാനായി. പക്ഷേ പാകിസ്ഥാൻ ഒരു അട്ടിമറി തോൽവി വഴങ്ങേണ്ടി വന്നു അമേരിക്കക്കെതിരെയൊക്കെ തന്നെ അവർ തോൽക്കുമെന്ന് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ അങ്ങനെ തോൽവി നേരിട്ടതോടുകൂടി വലിയ സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാൻ ടീം ഇന്നുള്ളത്. എന്തായാലും ഇന്നുകൂടി ഇന്ത്യയോടുകൂടി തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ സൂപ്പർ 8 സാധ്യതകൾ പോലും തുലാസിലാവുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ഇന്ന് ജയിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലാണ് ഇന്ത്യക്കെതിരെ വരുന്നത്. ഒരു ജീവൻ മരണ പോരാട്ടമായതിനാൽ പാകിസ്ഥാനും വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരിക്കില്ല. ഒപ്പം തന്നെ ഇന്ത്യയും ഏറ്റവും മികച്ച ടീമുമായി തന്നെയാണ്, ഏറ്റവും മികച്ച ഫോമിൽ തന്നെയാണ് ഇന്ത്യൻ താരങ്ങളുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയതിനൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ വലിയ റെക്കോർഡുള്ള വിരാട് കോഹ്ലി കൂടി ഇന്ന് ഫോമിലെത്തിയാൽ ഇന്ത്യക്ക് ബാറ്റിങ്ങിൽ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടി വരില്ല. മറ്റു ബാറ്റർമാരും ഋഷഭ് പന്ത് അടക്കമുള്ള ആളുകളും ഒക്കെ തന്നെ വലിയ ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്ക് ബാറ്റിങ്ങിനെ കുറിച്ച് വലിയ ആശങ്കകളില്ല. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തിയതോടുകൂടി ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച ബൗളിംഗ് നിര തന്നെയാണ് ഇന്ത്യയുടെയും ഉള്ളത്. നേർക്കുനേർ പോരാട്ടങ്ങളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ ആധിപത്യമുണ്ട്. ഇതുവരെ 7 തവണ ഏറ്റുമുട്ടിയതിൽ 6 തവണയും ഇന്ത്യയാണ് ജയിച്ചത്. ഒരേ ഒരു തവണ 2021 മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ലോകകപ്പിൽ കുട്ടി ക്രിക്കറ്റിൻ്റെ ലോകകപ്പിൽ തോൽപ്പിക്കാനായത്. എന്തായാലും ഇന്ന് ഒരു ഉശിരൻ പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാൻ വലിയ തിരിച്ചടികളിലൂടെ പോകുന്നു. പക്ഷേ അവർക്കൊരു പ്രതീക്ഷ നൽകുന്നത് ഇന്ത്യയുടെ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ട്. 2011 ഇന്ത്യക്ക് വിശ്വകിരീടം നേടിക്കൊടുത്ത ഗ്യാരി കേസിനാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ മുഖ്യ പരിശീലകൻ. അദ്ദേഹം എത്തുന്നതോടുകൂടി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ പയറ്റാമെന്ന ശ്രമത്തോടു കൂടിയായിരിക്കും പാകിസ്ഥാൻ വരുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ രാഹുൽ ദ്രാവിഡുണ്ട്, രോഹിത് ശർമ്മയുണ്ട്, വിരാട് കോഹ്ലിയുണ്ട്. ഒരിക്കൽ കൂടി ഇന്ത്യ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. സിബി ചെറിയാൻ പറയുന്നു, SKN 24 കണക്റ്റിൽ ഞാൻ മെമ്പറായോ എന്നെങ്ങനെ കൺഫേം ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സിബി ചെറിയാൻ, എല്ലാ ആളുകൾക്കും ഒരുപാട് ആൾക്കാർ 24 കണക്റ്റിൽ അംഗമാകുന്നുണ്ട്. നല്ല സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. മലയാളികൾ എക്രോസ് ദ വേൾഡ് അവർ വരുന്നതാണ് 24 കണക്റ്റിന് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഈ കൺഫേം ചെയ്യുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും എത്തിക്കാൻ ഉള്ള നടപടികൾ നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയി ചെക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് നമുക്കുണ്ടാക്കാം.